ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ പിങ്കിയും അതുപോലെ ഗിരിജയും കൂടെ പ്ലാൻ ഒരുക്കി ഗൗതത്തിൻ്റെ കൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തിക്കാമെന്നൊക്കെയുള്ള പരിപാടികളൊക്കെ ഒപ്പിക്കുവാണ്. അതിനുവേണ്ടി രണ്ടെണ്ണങ്ങളും കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഈ പറയുന്ന നമ്മുടെ പിങ്കിയെ താഴത്തെ നിലയിലേക്ക് മാറ്റിയതുകൊണ്ട് പഴയതുപോലെ ഒരു സെറ്റപ്പ് അങ്ങ് കിട്ടുന്നില്ല. ഗൗതവുമായി അടുക്കാനോ ഗൗതത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാനോ രഹസ്യ ബന്ധങ്ങൾ ഉണ്ടാക്കാനൊന്നും പിങ്കിക്ക് കഴിയുന്നില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? പിങ്കിക്ക് ഗൗതത്തിനെ കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഗിരിജച്ചിറ്റ ഈ ഒരു വലിയ ഉപദേശം കൊടുക്കുന്നത്. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക, പറയാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് പറയുക എന്നുള്ളത്. അപ്പോൾ ഈ പുള്ളിക്കാരി ഈ പറഞ്ഞ അനുസരിച്ച് ഇവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി കയ്യോടെ പോലീസുകാർ പൊക്കിക്കൊണ്ടുപോയി. പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ഇവരാണെങ്കിൽ ഹാപ്പിയാണ്. പക്ഷേ നമ്മുടെ പിങ്കി ഭയങ്കരമായിട്ട് അഭിനയിച്ച് തകർക്കുക. ഗിരിജയെ അഭിനയിക്കാൻ മോശമൊന്നുമല്ല, രണ്ടെണ്ണങ്ങളും കൂടെ അഭിനയിച്ച് നല്ല സെറ്റപ്പായിട്ട് അങ്ങ് മുന്നോട്ട് പോകുവാണ്. അങ്ങനെ നമ്മുടെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി. ഈ സമയത്ത് ഗൗതത്തിൻ്റെ ഇങ്ങനെ റിലേഷനിലുള്ള ആളാണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പോലീസുകാർ നമ്മുടെ ഗൗതത്തിനെ വിളിച്ചിട്ട് ഇന്ന പോലെ രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിന് ആകെ ഒരു ഇതായി. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു ഇത്. വേഗം തന്നെ ഗൗതം വന്നിട്ട് ഓടിപ്പിടിച്ച് വരും. അപ്പോൾ ഗൗതം ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പിങ്കിയും ഗിരിജയും അവിടെ നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഗൗതത്തിനോട് തനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു അവസരത്തിന് വേണ്ടി പിങ്കി എന്ത് തറ പരിപാടിയും കാണിക്കുമെന്നുള്ള കാര്യം ഉറപ്പായല്ലോ. അങ്ങനെ ഗൗതത്തിനെ വലയിലാക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ പിങ്കി ഇങ്ങനെ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഏതായാലും പിങ്കിയും അതുപോലെ ഗിരിജയും അവിടെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ എന്താ രണ്ടെണ്ണങ്ങളും കൂടെ അങ്ങനെ നിൽപ്പുണ്ട്. മോനെ ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് ഗിരിജ ലോക അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നാന്തര അഭിനയം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം ആണെങ്കിൽ നിങ്ങളൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു ഗിരിജയോട്. അതിനുശേഷം പിങ്കിയെ നോക്കി. പിങ്കി അന്നേരത്തേക്കും ഗൗതം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഗൗതം വന്നു ബാക്കി പോലീസുകാരോട് ചോദിച്ചു എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഇവർ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം പറഞ്ഞു എന്താ പിങ്കി ഇത്? അപ്പോൾ ഗൗതം ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല, ഇവർ വെറുതെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ആകെ നമ്മുടെ ഗൗതം ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ഗൗതം പറഞ്ഞു ഇതിപ്പോൾ ഇത്ര ഒരു കാര്യമായിട്ട് എടുക്കണ്ട, ഒരു തവണത്തേക്ക്, കാരണം പുള്ളിക്കാരി ഇപ്പോൾ ക്യാരിയിങ് ആണ്, അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് എടുക്കണ്ട, ഇതിൻ്റെ എന്ത് വന്നാലും ഞാനത് ഏറ്റോളാം എന്നൊക്കെ പറഞ്ഞ ഗൗതം ഇങ്ങനെ. അപ്പോൾ ഗൗതം ഇവർക്ക് വേണ്ടി ഇത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ പിങ്കി ഇതൊക്കെ ആരാധനയോടെയാണ് നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഗൗതം ഇതൊക്കെ കാണിക്കുന്നത് കണ്ട് പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഗിരിജ അന്നേരത്തേന് മകളെ കണ്ണുകൊണ്ടും കാലുകൊണ്ടും കാതുകൊണ്ടൊക്കെയാണ് കോക്കറികൾ കാണിക്കുന്നത്. കണ്ടോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഗൗതം ഇതെല്ലാം പറഞ്ഞ് തീർത്തു. അതിന് ശേഷം എന്തായാലും ഇവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങ് വിടാൻ പറ്റത്തില്ലല്ലോ സാറിനും നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഇവരൊരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ഗൗതം പറഞ്ഞു പിങ്കി ഈ ഒരവസ്ഥയിൽ പിങ്കി ഞങ്ങളോട് സഹകരിക്കണം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, അപ്പോൾ അതങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഗൗതം പറഞ്ഞാൽ ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിടും, നല്ലൊരു ഇതിൽ ഇങ്ങനെ നിൽക്കാം, അതിനിപ്പോൾ എന്താ ഗൗതം ഞാൻ ഒപ്പിട്ട് തരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പറഞ്ഞ അനുസരിച്ച് ആ അവരുടെ ഇതിലിങ്ങനെ ഒപ്പിട്ട് കൊടുക്കുക. പിങ്കി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ ഇവരെ വീട്ടിലേക്ക് കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പിങ്കി പറഞ്ഞു അതെ എനിക്ക് ഗൗതത്തിനോട് തനിച്ചൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇനി എന്താ തനിച്ച് സംസാരിക്കാനുള്ളത് എന്ന് ഗൗതം ചോദിച്ചപ്പം ഗൗതം ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. പിങ്കി ഫ്രണ്ട് അങ്ങ് പോവാം. എന്നിട്ട് ഗൗതം പിന്നാലെ ചെന്നു. അപ്പോൾ ഇവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ പിന്നാലെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ പിങ്കിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പിങ്കി തുടങ്ങി പഴയ രാമേശ്വരത്തെ 3 ദിവസത്തെ പ്രണയകഥ തുടങ്ങി. പണ്ട് ഗൗതം നമ്മൾ രാമേശ്വരത്ത് വെച്ച് കണ്ടതും അതുപോലെ തന്നെ മനസ്സുകൾ കൈമാറിയതും സ്നേഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഗൗതം ഓർക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഗൗതം അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗൗതത്തിന് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളായിരിക്കും, പക്ഷെ ഒരിക്കലും എനിക്കത് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ല എന്ന് പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം ഒന്ന് ഞെട്ടി. എന്നിട്ട് ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അന്നത്തെ ആ ഒരു ഇത് ആലോചിച്ച് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ ആലോചിക്കാത്ത ഗൗതത്തിനെ കൊണ്ട് ആലോചിപ്പിക്കുവാണ്. അങ്ങനെ ആലോചിച്ച് ഗൗതം ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇപ്പം എന്തിനാ പിങ്കി ഇതൊക്കെ ഇവിടെ എടുത്തിടുന്നത്, ഇപ്പോൾ ഇവിടെ പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരിക്കൽ കൂടി ഗൗതവുമായിട്ട് ആ രാമേശ്വരത്തെ ക്ഷേത്രത്തിൽ പോയി തൊഴണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് പിങ്കി പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം ഞെട്ടി. എന്തൊരു ചീഞ്ഞ കേസൊക്കെ ഈ പെണ്ണുമ്പിള്ള പറയുന്നതെന്നൊരു രീതിയിലാണ് നമ്മുടെ ഗൗതം ഇത് ചിന്തിക്കുന്നത്. എന്താ ഗൗതം, എൻ്റെ ഈ ഒരു ആഗ്രഹം അത് നിനക്ക് സാധിച്ചു തരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുക. ഇത്
ഈ ഒരു യാത്ര നടന്നിട്ടുണ്ടെങ്കിൽ ഗൗതത്തിൻ്റെ കുഞ്ഞായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത്. എൻ്റെ മനസ്സും അതുപോലെ എൻ്റെ ശരീരമൊക്കെ ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു സമയമായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഗൗതത്തിൻ്റെ കുഞ്ഞിനായിരിക്കും എഫക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ വെച്ച് വിലപേശുക. കുഞ്ഞിനെ വെച്ച് വിലപേശി പഴയ കാമുകനെയും കൂട്ടിക്കൊണ്ട് കണ്ടുമുട്ടിയ സ്ഥലത്തേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു. പറഞ്ഞു നമ്മുടെ ഗൗതത്തിനെ കൺവിൻസ് ആക്കി പിങ്കി. അപ്പം ഗൗതം അവസാനം സഹി കെട്ട് ചെല്ലാമെന്ന് സമ്മതിച്ചു. ഗൗതം ഇങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് ആശ്വാസമായി. അപ്പോൾ ഇന്ദീവരത്തിൽ ഇത് ഞാനല്ല ഗൗതം തന്നെ അവതരിപ്പിക്കണമെന്നും മറ്റുള്ളവരെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം ആകെ നിരാശയിലായി. ഗൗതം വന്നിട്ട് ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുമ്പോൾ, എന്താ ഗൗതം, ഞാൻ പറഞ്ഞാൽ ഗൗതം ചെയ്യില്ലേ ഗൗതം നീ ചോദിച്ചു. ആലോചിക്കാമെന്നുള്ള രീതിയിൽ ഗൗതം സമ്മതം പറഞ്ഞിട്ട് ഇവളെയും കൂട്ടിക്കൊണ്ട് പോവുക. ഇതിനൊന്ന് വീട്ടിലെത്തിക്കണമല്ലോ, അത് ഗൗതത്തിന് ചെയ്യണമല്ലോ. ഗൗതം വന്നിട്ട് ഈ ഒരു കാര്യം ഏറ്റു. എന്നിട്ട് പോവുകയാണ് ഇവർ 3 പേരും കൂടെ വീട്ടിലോട്ട്. അപ്പോഴേക്കും എങ്ങനെയുണ്ട് മോളെ എന്നുള്ള രീതിയിൽ ഗിരിജ ചിറ്റ ഇങ്ങനെ ആംഗ്യം കാണിച്ചപ്പോൾ സെറ്റായി ഗിരിജ ചിറ്റ എന്നുള്ള രീതിയിൽ പിങ്കിയും കാണിക്കുന്നേ. അങ്ങനെ ഇവർ ഇന്ദീവരത്തിലേക്ക് ചെല്ലും. അപ്പോൾ ഇന്ദീവരത്തിലേക്ക് ഇവർ ചെന്ന് കയറുന്നു. ഈ സമയത്ത് പിങ്കിയും ഗിരിജയും കൂടി ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ പോയതൊക്കെ ഇന്ദീവരത്തിൽ നമ്മുടെ ഗൗതം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ശാസനയായി, അതായി ഇതായി ഇങ്ങനെയായി. അപ്പോഴത്തേക്കും അരുന്ധതി വന്നിട്ട് എന്താ പിങ്കി മോളെ നീ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നു. ഇതിനെല്ലാം കാരണം അരുന്ധതിയാണ്. അരുന്ധതി എന്നിട്ട് കുറേ അതൊക്കെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗൗതം ഈ വിവരം, അതായത് പിങ്കി പറഞ്ഞ ഈ വിവരം നന്ദയോട് പറയുക. ഇങ്ങനെ ഒരു ഡിമാൻഡ് പിങ്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കേട്ടപ്പം നന്ദയുടെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. നന്ദ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഗൗതം സാർ, ഞാൻ പറഞ്ഞില്ലേ പിങ്കിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇപ്പോഴെങ്കിലും ഗൗതം സാറിന് മനസ്സിലായ. അവൾ ഒരിക്കലും നല്ല ഉദ്ദേശത്തോടെ അല്ല നമ്മുടെ കുഞ്ഞിനെ ചുമക്കാനായിട്ട് തയ്യാറായത്, അല്ലെങ്കിൽ സരോഗസിക്ക് തയ്യാറായത്. അവളുടെ മനസ്സിൽ വേണ്ടാത്ത ഒരുപാട് ചിന്തകളുണ്ട്. അതുകൊണ്ടാണ് പിങ്കി ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, താൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ പിങ്കി ഈ ഒരു അവസരം മുതലെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം നന്ദയ്ക്കും ആകെ വിഷമമായി. അപ്പോൾ ഗൗതം സാർ അവളെയും കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ കാലത്തെ ഇതൊക്കെ ആവും. അപ്പോൾ ഗൗതം സാറിൻ്റെ മനസ്സ് മാറുമെന്നൊക്കെ ആയിരിക്കും പിങ്കി വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം, എത്ര കാലം മാറിയാലും എത്രയൊക്കെ പണ്ടത്തെ സ്ഥലങ്ങളിൽ പോയെന്ന് പറഞ്ഞാലും പിങ്കി ഉദ്ദേശിക്കുന്ന കാര്യമൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ നടക്കില്ലെന്ന് തനിക്കറിയില്ലേന്ന് ചോദിച്ചു. അത് എനിക്കറിയാം, പക്ഷേ അവളുടെ മനസ്സിലെ ദുരുദ്ദേശം അത് ഗൗതം സാറ് മനസ്സിലാക്കണം എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ പറയാം. അപ്പോൾ അത് എന്നോളം മനസ്സിലാകുന്നത് ആരുമില്ല ഗൗതം സാറെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ താനിങ്ങനെ ടെൻഷൻ ആവാതെ, അവൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കാനോ നമ്മുടെ കുഞ്ഞിനെ ബാധിക്കാനോ പാടില്ല. മാത്രമല്ല അവൾ എന്ത് വില കൊടുത്തിട്ടും നമ്മുടെ കുഞ്ഞിനോടുള്ള ആ ഒരു ഇതാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ കുഞ്ഞിനെയല്ലേ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയല്ലേ നമ്മൾ മുൻകരുതലല്ലേ മുൻതൂക്കം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നന്ദയുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് തന്നെ ഗൗതം ഈ കാര്യങ്ങളെല്ലാം അവിടെ ഇന്ദീവരത്തിൽ പറയാം, പിങ്കിയും കൊണ്ട് ഇങ്ങനെ യാത്ര പോകണം എന്നുള്ള കാര്യം. അപ്പോൾ യാത്ര പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ അതൊന്നും വേണ്ട എന്നുള്ള രീതിയിലായി ലക്ഷ്മിയും അതുപോലെ തന്നെ അരുന്ധതിയൊക്കെ. അപ്പോൾ പിങ്കിക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് പിങ്കിയും കൊണ്ടൊന്ന് ഒരു യാത്ര പോകണം, പിങ്കിയുടെ മനസ്സൊന്ന് ഫ്രീ ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നീയും പിങ്കിയും തന്നെയാണെന്ന് ചോദിച്ചപ്പോൾ, അല്ല ഞാനും പിങ്കിയും ഞങ്ങളോടൊപ്പം ഗിരിജ ചിറ്റയും വരുന്നുണ്ടെന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഇതൊക്കെ നേരത്തെ പിങ്കി പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഗൗതം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊന്നും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ലക്ഷ്മിക്കൊന്നും പറ്റുന്നില്ല. പക്ഷേ ലക്ഷ്മി ആണെങ്കിലും മാക്സിമം എതിർക്കുന്നുണ്ട്. കാരണം പിങ്കിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നും ഗിരിജയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നും നമ്മുടെ ലക്ഷ്മിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊന്നും മാറില്ല എന്നുള്ള കാര്യം ലാസ്റ്റ് ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. എന്നിട്ട് മനസ്സോടെ ഇതിനെ സമ്മതിക്കുക. ഈ സമയത്ത് പിങ്കി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ട്വിസ്റ്റ് ഇന്ദീവരത്തിൽ സംഭവിക്കുന്നു. പിങ്കിയുടെ ജീവിതത്തിൽ ഇനി ആരുമില്ല, ഗൗതം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ഇങ്ങനെ നിന്നത്. ഏതായാലും നമ്മുടെ നന്ദ ഒരു പോക്കങ്ങ് പോയ നന്ദ എങ്ങോട്ട് പോയെന്നോ എന്തിനു പോയെന്നോ ഒന്നും ആർക്കും അറിയില്ല. അപ്പോൾ കോളേജിലേക്ക് പോയി എന്നുള്ളൊരു ധാരണയിലാണ് ഇവരെല്ലാവരും ഇരിക്കുന്നത്. ഈ സമയത്ത് എല്ലാവരുടെയും മുന്നിൽ താൻ ജയിച്ചു, ഈ പോക്ക് പോയിട്ട് വരുമ്പോൾ ഞാൻ ഗൗതത്തിൻ്റെ ഭാര്യയായിട്ടായിരിക്കും തിരിച്ചു വരുന്നതെന്നുള്ള വെല്ലുവിളി മനസ്സിൽ നടത്തിയിട്ട് ഈ പിങ്കി കെട്ടും കിടക്കയായിട്ട് പുതിയ വേഷമൊക്കെ ധരിച്ചിറങ്ങുവാണ് പോകാനായിട്ട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടുന്ന് പോകാനായിട്ട് ഇറങ്ങുന്ന പിങ്കിയുടെ മനസ്സിലെ അഹങ്കാരമെന്ന് പറഞ്ഞാൽ അത് ചില്ലറയൊന്നുമല്ല. അതുപോലെ തന്നെ ഗിരിജയാണെന്നുണ്ടെങ്കിലും മകളെ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് ആകാശത്ത് കയറ്റി വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഗൗതത്തിനെ വരിഞ്ഞു മുറുക്കണം. ഗൗതം ഇനി പിങ്കി ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുത്തിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുക. അപ്പം ഗിരിജ ചിറ്റ പറയുന്നതിനപ്പുറം ഇടവും ബലവും ഇല്ലല്ലോ പിങ്കി മോൾ ഇങ്ങനെ എന്താ
താൻ ജയിച്ചു എന്നുള്ള അഹങ്കാരത്തിൽ പോകാനായിട്ട് കെട്ടും കിടക്കയായിട്ട് യാത്ര പറഞ്ഞ് ഉമ്മറത്ത് ഇറങ്ങി നിൽക്കുമ്പോഴാണ് നമ്മുടെ അർജുനും ആ ഒരു അവസ്ഥ എന്നൊന്ന് ഓർത്തു നോക്കി. നന്ദയും പിങ്കിയും ഗൗതവും നിൽക്കുന്ന ഈ ഒരു സ്ഥാനത്തേക്ക് നമ്മുടെ അർജുൻ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ, അവിടെ പിങ്കി എന്ന് പറയുന്നവൾ നാണം കെട്ടവൾ ഉരുകി തീർന്നു പോകത്തില്ലേ, അവൾ അവസാനിച്ച് പോകത്തില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പിങ്കി വന്നാൽ എങ്ങനെ ഇരിക്കും? എന്തായാലും നല്ല രസമുള്ള എപ്പിസോഡാട്ടോ ഇനി അങ്ങോട്ട് വരുന്നത്. കാരണം ഇവർ അഹങ്കരിച്ച് പോകാനായിട്ട് ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നന്ദ ഒരാളോടൊപ്പം ബൈക്കിൽ വന്ന് ഇറങ്ങുന്ന നന്ദ വളരെ ഹാപ്പി ആയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഇവളിതാരുടെ പുറകെ കയറി ഇരുന്നാ വരുന്നേ, ഇത് എന്നതാ ഇത് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഈ ഇന്ദീവരം തറവാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇത്രയ്ക്ക് ധൈര്യമുള്ളവരോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഈ സമയത്താണ് നമ്മുടെ നന്ദയുടെ ഒപ്പം വന്നയാൾ ഹെൽമെറ്റ് ഊരുന്നത്. ഹെൽമെറ്റ് ഊരുമ്പോൾ കാണുന്നതോ ദേ നമ്മുടെ അർജുനെ കണ്ടപ്പോൾ നമ്മുടെ പിങ്കി ഭൂമി പിളർന്നു പാതാളത്തിലേക്ക് പോയെങ്കിലോ എന്നുള്ളൊരു ചിന്തയിലായിപ്പോയി. കയ്യിലുണ്ടായിരുന്ന ബാഗൊക്കെ പിങ്കി പോലും അറിയാതെ നിലത്തേക്ക് വീണ് പോകുക. കാരണം തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി എന്ന് എല്ലാവരും വിശ്വസിച്ച, അല്ലെങ്കിൽ തൻ്റെ കൺമുന്നിൽ തെളിഞ്ഞ ആ ഒരു വ്യക്തി ദേ വന്ന് നിൽക്കുന്നു മുന്നിൽ. ഇതെന്ത് മറിമായം, ഇതെന്ത് ട്വിസ്റ്റ്, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്ത, ഇത് അർജുനാണോ അത് മറ്റാരെങ്കിലും ആണോ, ഇത് എന്താ സംഭവം എന്ന് പോലും അറിയാൻ മേലാത്തൊരവസ്ഥ. അങ്ങനെ അർജുൻ വന്നിങ്ങനെ, പഴയ അർജുനല്ല, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, പുതിയ സംസാര രീതികളിൽ എല്ലാത്തിലും മാറ്റം. ഇങ്ങനെ വന്ന് ഇവരുടെ മുന്നിൽ നിൽക്കുക. ഇവരുടെ മുന്നിൽ അർജുൻ ഇങ്ങനെ വന്ന് നിന്നപ്പോൾ പിങ്കി തകർന്ന് തീർന്നുപോയി. പിങ്കി അവസാനിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ കുഞ്ഞിനെ വെച്ച് വിലപേശി പഴയ കാമുകൻ്റെ കൂടെ ഊരി ചുറ്റാൻ പോകാമെന്ന് വിചാരിച്ചിരുന്നവളുടെ മുന്നിലേക്ക് ഇതേ അർജുൻ ജീവനോടെ വന്ന് നിൽക്കുന്നു. പിങ്കി ഇനി എന്ത് ചെയ്യും? പിങ്കിയുടെ അവസ്ഥ എന്താ? പിങ്കിക്ക് ഇനി കടിച്ചതുമില്ല, പിടിച്ചതുമില്ല, ഒന്നുമില്ല. ഒരു സെക്കൻഡ് നേരത്തേക്ക് ഇതെല്ലാം മിന്നി മറിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ വന്ന് നിൽക്കുന്നത് ആരാണെന്ന് അറിയില്ല. ഇത് അർജുനാണോ? അർജുനല്ല. എന്നാൽ ഇത് അർജുനല്ലേ? അർജുനാണ്. അങ്ങനെ ഒരാളാണ് വന്ന് നിൽക്കുന്നത്. ഇതെന്താണ് പറയേണ്ടതെന്നോ അല്ലെങ്കിൽ ഇതിന് എന്ത് രീതിയിലാണ് എങ്ങനെയാണ് ഇതിനെ കാണേണ്ടതോ ഒന്നും അറിയില്ല. മൊത്തം ട്വിസ്റ്റാണ്. അങ്ങനെ ഒരു വ്യക്തി ഇന്ദീവരത്തിൻ്റെ തലവര മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ പിങ്കിയുടെ തലവര മാറ്റി മറിക്കാൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പിങ്കി എന്ത് ചെയ്യും? പിങ്കിയുടെ അഹങ്കാരത്തിനൊക്കെയുള്ളൊരു ശിക്ഷയായില്ലേ? ഇനി അർജുൻ്റെ അതേ ഭാവം അല്ലെങ്കിൽ അതേ രൂപം, അതേ മുഖമൊക്കെ ഉള്ളൊരു വ്യക്തി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആത്മാർത്ഥമായ അർജുനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന പിങ്കി എങ്ങനെ ഗൗതത്തിൻ്റെ പിന്നാലെ അലയും? 100 ചോദ്യങ്ങളും അതിനൊക്കെയുള്ള ഉത്തരങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത ആഴ്ചത്തേക്കുള്ള ഇനി ആ കഥ അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എന്തായാലും പിങ്കിക്ക് കണ്ടകശേനിയാണ്, അത് പിങ്കിയും കൊണ്ടേ പോവുള്ളൂ. ഒന്നും അറിയാത്ത നിരപരാധിയായ ഒരു കുഞ്ഞ് എന്ത് പിഴച്ചു എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിൻ്റെ കൂടെ വരും. അത് ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇനി എന്താകും അവസ്ഥയെന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത കഥയുമായി കാണാം. എല്ലാവർക്കും ടാറ്റാ, സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ.